എമ്പുരാൻ സിനിമയിൽ സംഘപരിവാർ സംഘടനകൾ എതിർക്കുന്നയിച്ച കഥാപാത്രത്തിന്റെ പേര് വളരെ വേഗം പരിശോധിച്ചിട്ട് വരാം. 24 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് എമ്പുരാന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. ആ 24 ഘട്ടത്തോടുകൂടി 2 മിനിറ്റ് 8 സെക്കൻഡ് ദൈർഘ്യമാണ് ക്രമീകരിക്കുന്നത് സിനിമയ്ക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവയാണ്. വില്ലന്റെ പേര് ബൽദേവ് എന്നാക്കി മാറ്റി. ബാബ ബജ്രംഗി എന്നുള്ള പേര് മാറുകയും അവിടെ ബൽദേവ് എന്ന പേരായി മാറുകയും ചെയ്തു. ഇങ്ങനെ ഏകദേശം 7ഓളം ഇടങ്ങളിലാണ് ആ പേര് ലിങ്ക് ചെയ്ത് ബൽദേവ് എന്നാക്കി മാറ്റിയിരിക്കുന്നത്. 14 സീനുകളിൽ ഗൈസ്, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദിസ് കൊച്ചു കേരളം? കൊച്ചു കേരളം എന്താ നടക്കുന്നത്? നമ്മൾ ഇപ്പം എമ്പുരാൻ വിഷയം ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഡീപ്പിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. വാട്ട് ഈസ് ദ റീസൺ, അല്ലെങ്കിൽ ഇതിൽ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ബീങ് ആൻ ഓഡിയൻ അല്ലെങ്കിൽ മേക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ആർക്കാണ് ഇതിൽ നേട്ടം, അല്ലെങ്കിൽ ആർക്കാണ് ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്, ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. സോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ ഗൈസ്, ഞാൻ ഈ പടം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കണ്ടതാണ്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ പലരും ഇൻക്ലൂഡിങ് ന്യൂസ് ചാനൽസിൽ, ഞാൻ ഒരു 2-3 ന്യൂസ് ചാനൽസ് കണ്ടു, ഈവൻ ന്യൂസ് റീഡേഴ്സ് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരിൽ പലരും തന്നെ പടം കാണാതെയാണ് വരുന്നത്. ഐ ഡോണ്ട് നോ ഹൗ. ഒരു പടത്തെക്കുറിച്ച് വിമർശിക്കാനും അല്ലെങ്കിൽ ഒരു പടത്തെ അനുകൂലിക്കണം എന്നുണ്ടെങ്കിൽ ആ പടം കംപ്ലീറ്റ്ലി നമ്മൾ കണ്ടിട്ട് വേണം വിമർശിക്കാനോ അല്ലെങ്കിൽ അനുകൂലിക്കാനോ. പക്ഷേ അവിടെ ഞാൻ കണ്ടതിൽ എന്താണെന്ന് വെച്ചാൽ 2-3 പേര് കണ്ടിട്ടില്ല, കാണാതെ വിമർശിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ ഈ പടം ലാസ്റ്റ്, അതായത് ഞായറാഴ്ച ആണ് ഇതിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് ഹൈ ആയത്. പിന്നെ അഗൈൻ റീസെൻസറിങ് ഒക്കെ പോയത്. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ ഇതിൻ്റെ ഒറിജിനൽ കട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഈ ഒരു സാധനം കണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവിനനുസരിച്ച് നമുക്ക് ഒരു ഓഡിയൻ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ മേക്കേഴ്സ് പേഴ്സ്പെക്റ്റീവ് സംസാരിക്കാം. ആദ്യം നമുക്ക് മേക്കേഴ്സ് പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കാം. ഈ മേക്കേഴ്സ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് ആദ്യം തന്നെ ഈ പടം പ്രീ ബുക്കിങ്ങിൽ തന്നെ ഏകദേശം 50 കോടിയോളം കളക്ട് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. ആൻഡ് 5 ദിവസം കഴിഞ്ഞിട്ട് 200 കോടിയോളം കളക്ട് ചെയ്തു. സോ ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു കമൻഡബിൾ ജോബാണ് ഇവർ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അന്യായ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഇറ്റ്സ് അപ് ടു ദം, ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ പറഞ്ഞ പോലെ അതിൻ്റെ മേക്കേഴ്സ്, ഇറ്റ്സ് ഹോൾലി അപ്പോൺ ദം. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു കാര്യം മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ആ മാർക്കറ്റിംഗ് ചെയ്തതിൻ്റെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പ്രീ പ്രൊമോഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പലരും ചോദിക്കുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്രിയേറ്റിവിറ്റി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ക്രിയേറ്റിവിറ്റി ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മേക്കർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആക്ടർ, അയാൾക്ക് എന്തായാലും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്, അല്ല ഒരു ഡെമോക്രാറ്റിക് കൺട്രി ഉണ്ട്. ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഏതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഏതൊരു സിറ്റിസൺ ആണെങ്കിലും അയാൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ടായേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയവാദി അല്ലെങ്കിൽ നമുക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പ്രൗഡായിട്ട് പറയേണ്ട കാര്യങ്ങളല്ല. ഒരു സിറ്റിസൺ എന്ന് പറയുന്ന സമയത്ത് എന്തായാലും പൊളിറ്റിക്സ് ഉണ്ടായേ പറ്റുള്ളൂ, അതൊരു ഡെമോക്രാറ്റിക് കൺട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്കാണെങ്കിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ പടം എടുത്ത മുരളിഗോപി ആണെങ്കിൽ, മീനിങ് കഥ എഴുതിയ മുരളിഗോപി ആണെങ്കിൽ അല്ലെങ്കിൽ സംവിധാനം ചെയ്ത പൃഥ്വിരാജിന്, ആർക്കാണെങ്കിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. അപ്പം ആ ഒരു പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ട് തന്നെ അവർ ഒരു പടം എടുക്കുക ചെയ്യുള്ളൂ. അപ്പം അതിനെ നമ്മൾ എന്താ പറയുക, പടം വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു ചർച്ചയ്ക്ക് എടുക്കുക എന്ന് മാത്രമേ അതിനകത്തൊരു ഓപ്ഷനുള്ളൂ. അല്ലാതെ ഇപ്പം എഗെയിൻ അതൊരു റീകട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീ എഡിറ്റഡ് വേർഷനിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ അത് നമ്മളൊരു ചർച്ചയായിട്ട് എടുത്തിട്ട് അതിന് നമുക്ക് എന്താണ് ലേണിങ്സ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സമൂഹത്തിന് എന്ത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് പ്ലസ് ഈ ഒരു കഥ ഇവർ എടുക്കുന്നതിന് മുന്നേ തന്നെ, ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് അറിയായിരുന്നു സച്ച് ദാറ്റ് ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇത് ഒരിക്കലും എന്താ പറയുക, ഒരു വേഗമായിട്ട് പറഞ്ഞു പോകേണ്ട ഒരു ഇഷ്യൂ അല്ല. അതുകൊണ്ട് തന്നെ
ഈ ഒരു ഇഷ്യൂ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് അറിയാം ഇതൊരു കോൺട്രവേഴ്സി ആകുന്നും അതേപോലെ തന്നെ ഇതൊരു സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഇവർക്ക് അറിയായിരുന്നു. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് അപ്പോൺ ദം, അത് അവരുടെ മൈൻഡ് അത് തന്നെയായിരുന്നു, ഇത് ചർച്ച ചെയ്യപ്പെടണം, പ്ലസ് ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, ഇത് പണം വരാനുള്ള ഒരു കോണ്ടന്റ് തന്നെയാണെന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. പ്ലസ് ഇനി നമുക്കിതൊരു ഓഡിയൻ പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഇപ്പം ഈ ഒരു പടത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മെയിൻ പറയുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് ആദ്യം കാണിക്കുന്ന ഒരു കലാപമുണ്ട്. ആ കലാപത്തിന് മുന്നേ നടന്നൊരു പ്രശ്നം അല്ലെങ്കിൽ മുന്നേ നടന്നൊരു ഇൻസിഡന്റ് ഇതിൽ കാണിക്കുന്നില്ല എന്നാണ് ഈ ഒരു വിഭാഗം എതിർക്കുന്നത്. ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതായത് ഈ ഒരു സംഭവം ഇതിന് മുന്നേ നടന്നൊരു സംഭവമാണ് ഇതിന് വഴി വെച്ചതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പടം ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, ആ പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ടേ അവർ പടം എടുക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൊപ്പഗാൻഡ മൂവി അല്ലെങ്കിൽ ഇതൊരു പ്രൊപ്പഗാൻഡ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചരിത്രം സിനിമയിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴാണ് ഒരു പ്രൊപ്പഗാൻഡ ആവുന്നത്? ആ ഒരു സത്യാവസ്ഥയെ വളച്ചൊടിക്കുന്ന സമയത്താണ് ഇതൊരു പ്രൊപ്പഗാൻഡ ആവുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താ വെച്ചാൽ ഇതിനകത്ത് സത്യമാണ് പറയുന്നത്, പക്ഷേ ഒരു ചരിത്രത്തിലെ ഏതൊക്കെ ഏടുകൾ എടുക്കണം എന്നുള്ളത് ഇറ്റ്സ് അപ് ടു മേക്കർ, അല്ലെങ്കിൽ പറയുന്ന പോലെ എഴുതുന്ന ആൾ, സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഹോൾ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ആണ് അത് മീനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങേര് അതിന് മുന്നത്തെ സാധനങ്ങൾ എടുത്തില്ല, അല്ലെങ്കിൽ അതിന് 2 കൊല്ലത്തെ മുന്നത്തെ സാധനങ്ങൾ എടുത്തില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പേഴ്സണലി. അതുകൊണ്ട് തന്നെ അതൊരു ക്രിയേറ്റീവ് ഫ്രീഡം ആയിട്ട് എല്ലാവരും കരുതണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്ലസ് ഇതിനകത്ത് വേറെ എൻ്റെ ഒരു ടേക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ, ഇത്രയ്ക്ക് ഈ പറയുന്ന പോലൊരു അസഹിഷ്ണുത, അതായത് ഇപ്പം ഒരു ഇൻടോളറൻറ്റ് ലെവൽ കാണിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാശ്മീർ ഫയൽസ്, അതേപോലെ തന്നെ വിശ്വരൂപം, ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തുണ്ടായിട്ടുള്ള എന്താ പറയുക ഒരു അക്സെപ്റ്റൻസോ അല്ലെങ്കിൽ പറയുന്ന പോലെ ഈ ലെവൽ ഓഫ് ഇൻടോളറൻസ് അവിടെ വന്നിട്ടില്ല. പ്ലസ് ഇതിനൊരു റീകട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റീ എഡിറ്റഡ് വേർഷൻ വേണം എന്ന് അതാണ് അതിൻ്റെ കോമഡി എന്ന് വെച്ചാൽ മേക്കേഴ്സ് തന്നെയാണ് പറയുന്നത് ഇത് വേണമെന്ന്. ഈ പറയുന്ന ഈ ഒരു വിഭാഗം ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവരിപ്പോഴും പറയുന്നത് എന്താണ്, ഞങ്ങൾ ഒരിക്കലും ഇതിനൊരു റീ എഡിറ്റ് വേണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അതായത് ഒരു മേക്കേഴ്സ് തന്നെ അവർക്കറിയായിരുന്നു ഈ ഒരു പടം ഇത്രയും സെൻസിറ്റീവാണ്, പ്ലസ് ഇത് വരുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറിനെ അറിയായിരുന്നു. പക്ഷേ പടം കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ച ഒരാൾ ആക്ടർ വന്നിട്ട് പറയുകയാണ്, മാപ്പ് പറയുന്നു, പ്ലസ് ഇതിന് റീ എഡിറ്റ് വേണം എന്ന് പറയുന്നതിൽ എത്രമാത്രം ഒരു ഭീതിജനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു മോബിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ ഒരു അറ്റാക്ക് പേടിച്ചിട്ട്, എന്ന് വെച്ചാൽ ഒരു ഭയം ഉണ്ട് അവിടെ. അപ്പം ആ ഭയം എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സമൂഹത്തിന് നല്ലതല്ല. നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റീവ് ഫ്രീഡം, ഇപ്പം നമ്മളെല്ലാം സിനിമ ഇഷ്ടമാണ്, അല്ലെങ്കിൽ സിനിമ ചിലപ്പം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും, ചിലപ്പം ആക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് നമ്മളത് എടുക്കാനേ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്, ഒരിക്കലും എന്താ പറയുക, ഇത്രയ്ക്ക് ഒരു നാരോ മൈൻഡ് ആയിട്ടുള്ള ചിന്താഗതി ആരും പ്രകടിപ്പിക്കരുത്. പ്ലസ് ഏതൊരു കാര്യമാണെങ്കിൽ അതിനൊരു അക്സെപ്റ്റൻസിൻ്റെ ഓക്കെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, ഓക്കെ ഇതാണ് സംഭവിക്കുന്നത്, സോ ജസ്റ്റ് അനലൈസ് ഇറ്റ് ആൻഡ് അതിനകത്ത് എന്തൊക്കെ ലേണിങ്സ് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ആൻഡ് പൊളിറ്റിക്സിനെ കുറിച്ച് പടങ്ങൾ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച് പടങ്ങൾ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആൻഡ് പ്ലസ് ഒരു ബോർഡ് ഉണ്ട് അവിടെ, ഈ പറയുന്ന പോലെ തന്നെ സെൻസറിങ് ബോർഡ് ഉണ്ട് അവിടെ. ആ സെൻസറിങ് ബോർഡ് തന്നെയാണ് ഈ ഒരു പടത്തിനെ
തിയേറ്ററുകളിലേക്ക് ഇറക്കാനായിട്ട് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അവരെയും എതിർത്തിട്ട് എഗെയിൻ ഇതിന് റീ എഡിറ്റ് വേർഷൻ വരണം എന്ന് പറയുന്നത്, അപ്പം ആ ബോർഡിന് എന്ത് ജസ്റ്റിസ് അല്ലെങ്കിൽ എന്ത് ജെന്യൂനിറ്റിയാണ് അവിടെ ഉള്ളത് എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. സോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഒരിക്കലും അതിനൊരു എന്താ പറയുക, ഒരു മോബ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഇൻടോളറൻറ്റ് രീതിയിൽ കൊണ്ടുപോകരുത്. ജസ്റ്റ് ഒരു ഹെൽത്തി ഡിസ്കഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ചാനൽ ചർച്ചകൾ പോലും തന്നെ അങ്ങേയറ്റം ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നുണ്ട്. എക്സ്ട്രീം ലെവലിലേക്ക് ഏതൊരു കാര്യമാണെങ്കിലും കൊണ്ടുപോകരുതെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. പ്ലസ് ഒരു എന്ത് കാര്യം, ഇപ്പോൾ ലൈഫിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ എന്താണെങ്കിലും ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും എക്സ്ട്രീം ലെവലിൽ കാണരുത്. ഒരു ബാലൻസ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു സാധനമാണ്. സോ ജസ്റ്റ് ബി അക്സെപ്റ്റ് ദ റിയാലിറ്റി എന്നേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഒരു സമൂഹത്തിൽ നമ്മളെല്ലാം ജീവിക്കുമ്പം ഒരു ലേണിങ്സ് അല്ലെങ്കിൽ പറയുന്ന പോലെ ഹെൽത്തി ഡിസ്കഷനിലൂടെ ഇതെല്ലാം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളടേ. സോ ബൈ.